മിക്ക മാമലുകളിലും സസ്തനികളിലും പുരുഷ വൃഷണങ്ങൾ അബ്ഡമിന് വെളിയിൽ വൃഷണസഞ്ചികളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ചില അപവാദങ്ങളുണ്ട്. ആനയുടെ വൃഷണങ്ങൾ വയറിനകത്താണ്, തിമിംഗലങ്ങളുടെ വൃഷണങ്ങളും വയറിനകത്താണ്, അങ്ങനെയുള്ള പല ജീവികളുമുണ്ട്. പക്ഷേ ഇതിലുള്ള ചോദ്യം, ഈ ഇത്ര പ്രധാനമായ ഒരു അവയവം ഇത്ര വൾണറബിളായ, അതായത് ആക്രമണത്തിന് വിധേയമാകാവുന്ന ഒരു പൊസിഷനിലായിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം ഈ പുറത്ത് കാണപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും അവയ്ക്ക് ഒരു വൾണറബിലിറ്റി ഉണ്ട്. പലപ്പോഴും പല ആക്രമണങ്ങൾക്കും അത് വിധേയമാകാം എന്നുള്ളതാണ്. ഇതിന് പല ആൻസറുകളും പല ഉത്തരങ്ങളും ആളുകൾ നൽകിയിട്ടുണ്ട്. ഇത് പരിണാമയുക്തിക്ക് നിരക്കുന്നതല്ലാതായതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിനൊരു റീസൺ കണ്ടുപിടിച്ചേ പറ്റൂ. പലരും പറയുന്നത് ഈ സ്പേം, അതായത് പുരുഷ ബീജം ഉണ്ടാകുന്നതിന് വൃഷണങ്ങളിൽ തണുത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും താഴെ ഉള്ള ഒരു താപനില ഉണ്ടാകണം, അതുകൊണ്ടാണ് അത് വെളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അതൊരു തിയറി. എന്നാൽ അതേപോലെ വേറൊരു തിയറി പറയുന്നത് ഇത് മയിലിൻ്റെ വാല് പോലെ ഇണയെ ആകർഷിക്കാനുള്ള ഒരു ഡിവൈസാണ്, വൃഷണങ്ങൾ പുറത്ത് കാണുന്നത് അതിനു വേണ്ടിയാണ് എന്നുള്ള ഒരു തിയറിയും ഉണ്ട്. എന്നാൽ ഈ രണ്ട് തിയറികളും വളരെയൊന്നും തൃപ്തികരമല്ല എന്നുള്ളതാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇപ്പോഴും ഒരു പരിണാമത്തിൽ ഇതൊരു ചോദ്യമായി അവശേഷിക്കുന്നു.